ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ മീഡിയ വണ്ണിൽ ഒരു വാർത്ത കണ്ടു. ഒരല്പം മുന്നേ, എന്ന് പറഞ്ഞാൽ 56 മിനിറ്റ് മുന്നേ അവർ പ്ലേ ചെയ്തതാണ്. സൗദി ജുബൈലിൽ ഇന്ത്യക്കാരനായ പ്രവാസി, അദ്ദേഹത്തിൻ്റെ മകൻ കഞ്ചാവിന് അഡിക്റ്റ് ആയിരുന്നു. അത് മാറ്റാൻ വേണ്ടി സൗദിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ മകന് മയക്കുമരുന്ന് കിട്ടാതായപ്പോൾ അക്രമാസക്തനായി ആ പിതാവിനെ ആ മകൻ കൊന്നു. ഏറ്റവും ദുഃഖകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, ആ അച്ഛനെ മകൻ കണ്ണ് രണ്ടും ചൂഴ്ന്നെടുത്തു, ദേഹമാസകലം കടിച്ചു പറിച്ചു എന്ന് പറയണം. എത്ര വേദന സഹിച്ചിട്ടുണ്ടാവുക അച്ഛൻ. ഇതിപ്പോൾ ഞാൻ ഉത്തർപ്രദേശുകാരനാണ് കൊല്ലപ്പെട്ടത്. ഇതിപ്പോൾ ഞാനിവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ, പ്രിൻസിപ്പളിനെ ഭീഷണിപ്പെടുത്തി മൊബൈൽ കൊടുക്കാത്തപ്പോൾ കൊല്ലു എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത എന്താ, നമ്മുടെ ഈ കുഞ്ഞു തലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. കാരണം ആ വീഡിയോ ശരിക്കും പറഞ്ഞാൽ പുറത്ത് വിടാൻ പാടില്ലായിരുന്നു. കാരണം അത് മറ്റുള്ള കുട്ടികളിൽ കാണും. അപ്പോൾ അവർക്കും തോന്നും നമുക്കും ഇങ്ങനെ ആകുമ്പോൾ പ്രിൻസിപ്പളിനെ ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്താം എന്ന്. ആ മാഷന്മാരത് ചെയ്യാൻ പാടില്ലായിരുന്നു. ആ കുട്ടീനെ അവിടുന്ന് അവർക്ക് ഇഷ്ടമല്ല പുറത്താക്കുക. ഞാൻ ആ കുട്ടി ചെയ്തത് ന്യായീകരിക്കല്ല കേട്ടോ. പക്ഷെ മറ്റുള്ള കുട്ടികൾ ഇത് കാണാൻ പാടില്ല. അതാണ് അവർ ചെയ്യേണ്ടത്. കുട്ടിക്ക് മാപ്പ് കൊടുത്തിട്ട് എന്താ കാര്യം? മറ്റുള്ള കുട്ടികൾ ഇത് കാണില്ല. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ അത് ഇൻസ്പിറേഷൻ ആക്കി എടുക്കുന്നത്. സിനിമ കണ്ടാതെ അനുകരിക്കുക. ഇനിയെങ്കിലും നമ്മളെ മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ടത്. കാരണം കുഞ്ഞുങ്ങൾ ഗർഭിണിയായിരിക്കുമ്പോഴേ അമ്മമാരാണ് ആദ്യം മാറേണ്ടത്. കാരണം അവർ ഈ മൊബൈല് കണ്ട് 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 ഈ കുഞ്ഞത് കാണുകയാണ്, കേൾക്കല്ലേ വയറ്റിരുന്ന്. കാരണം അതിൻ്റെ ആ ഒരു റേഡിയേഷൻ ആ കുഞ്ഞിന് കിട്ടുന്നുണ്ട്. ഇപ്പം കുഞ്ഞ് ജനിച്ചു വന്ന് പിന്നെ കുഞ്ഞ് ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി പണ്ട് കാക്കയെ പൂച്ചയെ കാണിച്ചിട്ടാണ് ഫുഡ് കഴിപ്പിക്കുക. ഇപ്പം അതല്ല. കാരണം അമ്മമാർക്ക് ക്ഷമയില്ല. അമ്മമാരെന്താക്കും, എങ്ങനെയെങ്കിലും കൊച്ചിന് ഫുഡ് കൊടുത്തിട്ട് നമ്മുടെ പണി നോക്കാം, അത് കഴിഞ്ഞാൽ നമുക്കും മൊബൈൽ നോക്കണം. ഇതാണ് അവരെയും ചിന്ത. അപ്പോൾ എന്താ വെച്ചാൽ മൊബൈൽ ഓർമ്മ വെച്ചിട്ട് കാർട്ടൂൺ കാണിച്ചു കൊടുത്തിട്ട് കുഞ്ഞിനും ഭക്ഷണം കഴിപ്പിക്കണേ. അവിടെ മുതൽ എന്നല്ല, ഗർഭിണി ആയിരിക്കുമ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം മൊബൈൽ അഡിക്ഷൻ. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പണ്ടെന്നല്ല, ഞാനൊക്കെ എൻ്റെ മക്കളെ സമയത്ത് സ്കൂളിൽ പറഞ്ഞിരിക്കണതാ. ടീച്ചേഴ്സിനോടായാലും പ്രിൻസിപ്പലിൻ്റെ അടുത്ത് തന്നെ സംസാരിച്ചിട്ടുണ്ട്. എന്ത് തെറ്റ് കണ്ടാലും ശിക്ഷിച്ചോ, ഞാൻ ചോദിക്കാൻ വരില്ല. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ ശനി ഞായറും മാത്രമേ വീട്ടിലുള്ളൂ. ബാക്കി രാവിലെ 8 മണി 8:30 ആകുമ്പോഴത്തേക്ക് സ്കൂളിലെത്തി, വൈകുന്നേരം 4 മണി വരെ സ്കൂളിലാണ്. പിന്നെ ആകെ കിട്ടുന്ന കുറച്ച് സമയമാണ് നമ്മുടെ കൂടെ ഉള്ളൂ. അപ്പം അതുവരെ ടീച്ചേഴ്സാണ് അവരെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാ തെറ്റ് കാണുന്നത് അവരാണ്. പിന്നെ അതൊരു കാര്യം. പിന്നെ ഇപ്പോൾ എന്ന് പറയുന്നത് ലഹരി. അത് എത്രത്തോളം നമ്മുടെ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നമ്മളെ കുഞ്ഞുങ്ങളെ, ഇവിടേക്ക് എത്തിപ്പെടേണ്ട കുഞ്ഞുങ്ങൾ. ഒരുപാട് സങ്കടമുണ്ട് സത്യം പറഞ്ഞാൽ. ഇനിയത്തെ തലമുറ എങ്ങനെയാണ് ജീവിക്കുക, എങ്ങനെയാണ് അവർ മുന്നോട്ട് പോവുക.
ഈ ലഹരി എന്ന് പറയുന്നത് ഈ കഞ്ചാവും മറ്റുള്ള രാസ ലഹരി മാത്രമാണോ? അതുമുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ മൊബൈലിൻ്റെ ലഹരി. സോഷ്യൽ മീഡിയ കാണുന്നതെല്ലാം യാഥാർത്ഥ്യമാണ്. അതാണ് ശരിക്കും സത്യം. മറ്റുള്ളവരുടെ ലൈഫ് അങ്ങനെയാണ്, അതുപോലെ നമുക്ക് വേണം. അത് അനുകരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ മൊബൈൽ പോലെ തന്നെ മൊബൈലിന് ഒരു വിചാരമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബ്രെയിനും ആയിക്കൊണ്ടിരിക്കുക. കാരണം ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് അതൊന്നും ആലോചിക്കാനോ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് പോലും ചിന്തിക്കുന്നില്ല. ഒരു വഴക്ക് വന്നു കഴിഞ്ഞാൽ കൂട്ടുകാരനാണോ അത് സ്വന്തക്കാരനോ നോക്കുന്നില്ല, അപ്പൊ തന്നെ അടിച്ചു കൊല്ലുക, കുത്തിക്കൊല്ലുക, അതൊക്കെയല്ലേ ചെയ്യണേ. എന്താ പറയുക, കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കാനോ പോലും സമയം നിൽക്കുന്നില്ല. അതൊക്കെ യന്ത്രം പോലെ ആയിരിക്കുന്നു. മൊബൈലിന് അഡിക്ഷനായി ചിന്തിക്കാനുള്ള ബുദ്ധിയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഒന്ന് വിവേകത്തോട് ചിന്തിക്കാനൊന്നുള്ള കഴിവില്ലാണ്ടായിരിക്കുക. ഇതിനൊറ്റ വഴിയേ ഉള്ളൂ. സ്കൂള് ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ മാതാപിതാക്കൾ തന്നെ നേരെയാവേണ്ടത്. കാരണം കുഞ്ഞുങ്ങൾക്ക് നമ്മളാദ്യം മാറ്റി വെക്കണം മൊബൈലായാലും. എന്നിട്ട് അവർക്ക് കൂടുതൽ അവരിൽ ശ്രദ്ധ കൊടുക്കുക. മാതാപിതാക്കളും മൊബൈൽ അഡിക്ഷൻ ആകുമ്പോൾ കുഞ്ഞുങ്ങളും മൊബൈൽ എടുത്തിട്ട് ഇതെന്താ കാണുന്നത്, ഇവർ ഏതിലൊക്കെ പോകുന്നത് ഒന്നെങ്കിലും എന്ന് നോക്കുന്നില്ല. കാരണം പിന്നെ ഇനി ശ്രദ്ധിക്കേണ്ടത് അമ്മമാരെ അച്ഛൻ്റെയും നമ്മുടെ ഈ GPay പാസ്വേഡ് അതൊരിക്കലും കുട്ടികളെടുത്ത് ഷെയർ ചെയ്യരുത്. അത് നമ്മളടുത്ത് തന്നെ രഹസ്യമായിരിക്കണം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളാണ്, അവരറിഞ്ഞാൽ എന്താ കുഴപ്പം? ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് പൈസ കൊടുത്താൽ കാണാൻ പറ്റുന്നത്. കുഞ്ഞുങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിലും നമ്മുടെ പാസ്വേഡ് കാരണം അവർക്ക് 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ലൈവ് വീഡിയോ കാണാം. ഞാൻ ആ വീഡിയോ ചെയ്യുന്നവരൊന്നും ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. സാഹചര്യമാണ് അവരെ അവിടെ കൊണ്ടെത്തിക്കുന്നത്. ഞാൻ അവരെ കുറിച്ചിട്ട് മോശമായിട്ട് പറയുന്നതല്ല. സാഹചര്യമായിരിക്കാം ഓരോരാൾക്കാർ കൊണ്ടെത്തിക്കുന്നത്. അത് ശരിയോ തെറ്റോ എന്ന് പറയാനുള്ള ആളൊന്നല്ല ഞാൻ. പക്ഷെ നമ്മുടെ തലമുറ സത്യം പറയാൻ സങ്കടം വരുന്നു. ഓരോ കുഞ്ഞുങ്ങളൊക്കെ ജയിലിലേക്ക് എടുക്കുക. DIH സെൻ്ററിലാണ്. എനിക്കറിയുന്ന ഒരാളുണ്ട്, അത് എവിടെയുള്ളതെന്ന് പറയില്ല. നല്ലൊരു മനുഷ്യനായിരുന്നു. അവർക്ക് 2 ആൺമക്കളാണ്. മൂത്താൻ നല്ലതാണ്, കല്യാണം കഴിച്ചു, അതിനൊരു കുട്ടിയായി. പിന്നെ രണ്ടാമത്തെ കുട്ടി ദുബായിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അവിടെ നിന്നാണ് ആ കുട്ടി ലഹരിക്കടിമയായത്. അപ്പം അവിടെ നിന്ന് ഇവിടെ കിട്ടുന്നു. അവിടെയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ. എന്നിട്ട് അവിടെ നിന്നാണ് ആ കുട്ടി അടിമയായത്. അവസാനം നാട്ടിൽ വന്നിട്ട്, പക്ഷെ ഞാൻ അന്നേരം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായ ഒരു കാര്യം, നിങ്ങൾ കാരണം ഈ കുട്ടി നേരത്തെ എന്തൊക്കെയോ ഒരു സംശയത്തിൽ ഏറിയെന്നല്ല അവൻ മൊബൈലിൽ ഇങ്ങനെ കാണുന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താക്കണം, ആ കുട്ടിക്ക് എന്തെങ്കിലും തുറന്നു പറയാനുണ്ടാവും. അച്ഛനെ ഭയങ്കര പേടിയാണ്, അങ്ങേരെ അങ്ങ് മുൾമുനയിൽ നിർത്തിക്കും പേടിപ്പിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസം അവനെയും കൂട്ടിയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് കുട്ടിയോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, നിങ്ങളൊരു കടപ്പുറം കൊണ്ടുപോയിട്ട് ഇഷ്ടം പോലെ കിടക്കില്ലേ കടൽ, അപ്പോൾ അവിടെ എവിടെയും കൊണ്ടുപോയിട്ട് ആ കുട്ടീനോട് സംസാരിക്കും, സ്നേഹത്തോടെ സംസാരിക്കും, കെട്ടിപ്പിടിച്ച്. മോനെ എന്താ നിൻ്റെ പ്രശ്നമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. എന്നിട്ട് അന്ന് നിങ്ങൾ സ്നേഹത്തോട് പറഞ്ഞാൽ അവന് നിങ്ങളടുത്ത് ഷെയർ ചെയ്യായിരിക്കും, അവൻ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ. അത് ശരിക്കും അവനൊന്ന് മാറണമെന്നുണ്ടാവും ഇതിൽ നിന്നൊക്കെ, അല്ലെ വീണ്ടും വീണ്ടും ആ തെറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ആന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല, അറിയില്ല.
ഇപ്പോൾ ഒരു 3 വർഷം മുന്നേ ഞാൻ അദ്ദേഹത്തെ വിളിക്കാറ്. ഞാൻ ഈ പറഞ്ഞത് ഒരു 12 വർഷം മുന്നെയാണ്. ഞാൻ അങ്ങേരെ വിളിച്ചപ്പോൾ പുള്ളി എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാൻ കുഞ്ഞുങ്ങളെ കാര്യം ചോദിച്ചു. ആ മൂത്താൻ അവിടെ തന്നെ ഉണ്ട് ഫാമിലി ആയിട്ട്, രണ്ടാമത്തെ ആൾ എവിടെയുള്ളതെന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു അങ്ങനെ അവൻ്റെ കാര്യം ചോദിച്ചു. ഇപ്പോൾ അവനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, അവൻ്റെ ശരീരത്തൊക്കെ ഈ സോറിയാസിസ് ഇല്ലേ അതുപോലെ ഇങ്ങനെ ഉണ്ട്, സ്കിന്നിൻ്റെ പ്രോബ്ലം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അങ്ങനെ കാര്യമ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അതിങ്ങനെ മറ്റെല്ലാവരുടെ കാര്യം സംസാരിച്ചു, അതൊക്കെ ഉണ്ട് ഇപ്പോഴും, അതൊക്കെയാണ് ഇങ്ങനെയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ എനിക്കറിയുന്നൊരു ഡോക്ടറുണ്ട്, അവരടുത്തേക്ക് കൂട്ടിയിട്ട് പോവാം, നിങ്ങൾ കൂട്ടിയിട്ട് പോവാം. അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെ ഞാൻ ചോദിച്ചു ഇങ്ങനെ. അപ്പോൾ പറഞ്ഞു ഇല്ല, ഞാനങ്ങനെയൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല ഇതുവരെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു 12 വർഷം മുന്നേ ഈ സംസാരിച്ചല്ലേ ഈ കാര്യം. അപ്പോൾ പറഞ്ഞു പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് പോട്ടെ പറ്റിയതൊക്കെ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ എന്താക്കണം, അവനെയും കൂട്ടിയിട്ട് വാ, ഭാര്യേനെയും കൂട്ടി മോനെയും കൂട്ടിയിട്ട്. ഇവിടുന്ന് നിങ്ങൾ നല്ല നിലയിൽ സംസാരിക്കുക, ഞാൻ അതിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾ കൂട്ടിയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ആന്നൊക്കെ പറഞ്ഞയച്ചത് ആ മോനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂട്ടിയിട്ട് പോയി. ഞാൻ പിന്നെ എന്നത് പറഞ്ഞില്ല, പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യേനോട് പറഞ്ഞു ഇങ്ങനെ, ഞാൻ ഈ 12 വർഷം മുന്നേ ഞാൻ നിങ്ങളെ ഭർത്താവിനോട് സംസാരിച്ചതായി കാര്യം, അവനോട് ഇങ്ങനെയൊക്കെ ആയിട്ട് പറയണം, പെരുമാറണം എന്നൊക്കെ. അപ്പോൾ അവളും പറയണത് അത് തന്നെയാണ്. കാരണം അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല, അന്നങ്ങ് ചെയ്തെങ്കിൽ ഇവനിങ്ങനെ ആവില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനെ സ്വകാര്യമായിട്ട് ഞാൻ ആദ്യം കയറി സംസാരിച്ചു, അവനിങ്ങനെയൊക്കെ ഉണ്ട്, അതൊക്കെ നിർത്തിയാലേ മരുന്ന് കഴിച്ചിട്ട് എഫക്റ്റ് ആവുള്ളൂ പറയണം ഡോക്ടറെ എന്ന് പറഞ്ഞു. അപ്പോൾ ആന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ രണ്ടുപേരും കയറിപ്പോയി. ഡോക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞു. തിരിച്ചു വരുമ്പോൾ ഞാനും അവനോട് പറഞ്ഞു, മോനെ ഞാൻ ഉപദേശിക്കല്ല, ഉപദേശം എനിക്ക് ഇഷ്ടമല്ല, ഒരു എസ്സേ പോലെ നിങ്ങൾക്ക് തോന്നരുത്, ഞാൻ ശരിക്കും ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണ് പറയണം. മോനെ എനിക്ക് ഈ ഉപദേശം ഇഷ്ടമല്ല. ഞാൻ നിന്നോട് സ്നേഹത്തോടെ ഒരു കാര്യം പറയാം, എല്ലാവരും നിന്നെ മാറ്റി നിർത്തിയില്ലേ, നീ ഇങ്ങനെ പറഞ്ഞൊക്കെ നീ ഇങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞിട്ട്, നിനക്കിഷ്ടമുള്ള എന്താ എനിക്കിഷ്ടം, അതിനനുസരിച്ചിട്ട് നീ ഏത് ജോലിയായാലും അതുപോലെ ചെയ്യുക, എന്നിട്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. നീ തോറ്റെന്നല്ല, നീ ജയിച്ചിട്ട് കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു വാശിയാണെന്ന് എനിക്ക്. നീ ഒന്ന് അങ്ങനെയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്നെ വീട്ടിലാക്കി അവർ രണ്ടുപേരും തിരിച്ചു പോയി. പിന്നെ ചോദിച്ചപ്പോൾ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കാറുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ പറഞ്ഞു അപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ, പിന്നെ ഇടയ്ക്ക് അവൻ കാണാതൊക്കെ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം മാറി കേട്ടോ അന്ന്. കാരണം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളി അവനെ കെട്ടിപ്പിടിച്ച് സംസാരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ആ കുട്ടിയും ഏകദേശം മാറണമെന്നുണ്ട്. പക്ഷെ ഇവന് ഈ ഫ്രണ്ട്ഷിപ്പ് നാട്ടിലുള്ളപ്പോഴും അവന് ഉണ്ട്. കാരണം അവരും കൂട്ടിയിട്ട് പോവുകയാണെന്ന് തോന്നുന്നുണ്ട്. അതായത് അദ്ദേഹത്തെ കാണാതെ അടുക്കള ഭാഗത്തേക്ക് കൂടിയൊക്കെ ഇറങ്ങി പോകുന്ന കാണാൻ, പിന്നെ നോക്കുമ്പോൾ അവനെ കാണില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ആരൊക്കെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അനിയനൊക്കെ ഇവനെ ഡി അഡിക്ഷൻ സെൻ്ററിലാക്കണമെന്നൊക്കെ. ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, അപ്പോൾ അവന് ഇത് കൂടുതലാവും, നിങ്ങൾ അവനെ ഒഴിവാക്കുകയെന്ന് തോന്നും, അവന് മാറുന്നുണ്ടല്ലേ, അതിനൊരു സമയം കൊടുക്കും, പതുക്കെ. അങ്ങനെ പറഞ്ഞിട്ട് ഒരു ദിവസം എൻ്റെ പറയുന്ന കാലിൻ്റെ അടിയിൽ മുറിവുണ്ട്, അതവനോട് ഉണക്കാൻ വിടുന്നില്ല, മരുന്ന് വെക്കാൻ വിടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഒന്നും നോക്കണ്ട, ഇതിപ്പോൾ ഡോക്ടറുടെ കയ്യിലോ നിങ്ങളുടെ കയ്യിലോ എനിക്കോ നമ്മുടെ കയ്യിലൊന്നുമല്ല, കാരണം നമ്മുടെയൊക്കെ കൈവിട്ട് പോയി. അങ്ങനെയെങ്കിലും ഡി അഡിക്ഷൻ സെൻ്ററിലാക്കിയിട്ട് അതിനെ മാറ്റാണ്. അപ്പോൾ അവർക്ക് അറിയുന്ന ഒരു സുഹൃത്തിൻ്റെയാണ് ഡി അഡിക്ഷൻ സെൻ്റർ, അങ്ങനെ അവിടെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു ഒരിക്കലും വണ്ടി അവൻ്റെ കയ്യിൽ കൊടുക്കരുത്, നിങ്ങൾ തന്നെ കോയമ്പത്തൂരാണ് ഡി അഡിക്ഷൻ സെൻ്റർ, അപ്പോൾ അവിടുന്ന് കുറേ ദൂരം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, അപ്പോൾ അവരവിടെ വന്ന് കൂട്ടിക്കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. നിങ്ങൾ വണ്ടി പോലും അവൻ്റെ കൈ കൊടുക്കരുത്, കാരണം ആ മാനസികാവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. അവന് ഇഷ്ടമാണ്, മാറണമെന്ന് അവനും തോന്നിയിട്ട് പോകാൻ തന്നെ പറഞ്ഞത്. പക്ഷെ അത് ഏതിൻ്റെ
ചിന്തയിൽ അവൻ പറഞ്ഞ ഇതിപ്പോൾ ഈ ലഹരി അപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടോ, അതിൻ്റെ പുറത്താണോ ഒന്നും അറിയില്ലല്ലോ. ഞാനൊരു മുന്നറിയിപ്പ് പോലും കൊടുത്തതാണ്. ഇല്ല, ഞാൻ തന്നെ എടുത്തോളാം, വണ്ടി അവന് കൊടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ആയി മാറിയിട്ട് വന്നു കുട്ടി. ഇപ്പം എന്താണെന്ന് അറിയില്ല. പിന്നെ അവരോട് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഇപ്പം ഒന്നുമില്ലെന്നാ തോന്നണേ. പിന്നെ ഇനി ഇത്രത്തോളം ചെയ്ത് ഇനി മാറണമെന്ന് തോന്നിയൊക്കെ അവൻ മാറുക, അത്രേ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് നടന്ന ഇപ്പം എനിക്കറിയുന്ന കാര്യമാണ്. അല്ലാതെ ഇത് ചുമ്മാ അവിടെ നിന്ന് പൊക്കിക്കൊണ്ടെന്ന് പറയുന്നൊന്നല്ല. എനിക്കറിയുന്ന ഒരാളെ മകനെ കുറിച്ച് പറയണം. അപ്പം അത് തന്നെയാണ് ഞാൻ പറയണത്. ഇനി നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കുഞ്ഞിലേ ശ്രദ്ധിക്കണം. ഈ വലുതായിട്ട് നോക്കിയിട്ട് കാര്യമില്ല, നോക്കണ്ടെന്നല്ല, കുഞ്ഞിലേ ശ്രദ്ധിച്ച് അവരെ ഓരോ കാര്യങ്ങൾ ഈ മൊബൈൽ സാധനം കൊടുക്കാതിരിക്കുക കുഞ്ഞിലെ. അത് അഡിക്ഷനാക്കാതെ. വേറെ എന്തൊക്കെയോ പറയണമെന്നുണ്ട് സത്യം പറഞ്ഞാൽ. പേടിയാണ് ഇപ്പം. പിന്നെ ഇന്നത്തെ ഈ ജനറേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ആയിക്കഴിഞ്ഞ് എങ്ങനെ ജീവിക്കും? മറ്റുള്ളവർ കുട്ടികളെ ശകാരിക്കാൻ പറ്റുമോ? ഇപ്പം കാണുന്നില്ലേ, 3 പേരെ അടിച്ചു കൊന്നു, അവന് ലഹരിക്കടിമയാണ്. ഉമ്മയെ മകൻ വെട്ടിക്കൊന്നു, അതും ലഹരിക്കടിമയാണ്. അറിയില്ല. ഇതിപ്പോൾ ഒരാളെ മാത്രം ചിന്തിച്ചിട്ടോ നമ്മളിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. പക്ഷെ ഇതിനെതിരെ ശക്തമായിട്ട് നാട് തന്നെ ഉണർന്ന് പ്രവർത്തിക്കണം. ഇപ്പോൾ ഒരു ദേശത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, ഇപ്പം 3 പേരെ വെട്ടിക്കുന്നു എന്ന് പറഞ്ഞു, അവൻ നേരത്തെ ഇങ്ങനെയാണെന്ന് ആ ഭാഗത്തുള്ളവർക്ക് അറിയണമെങ്കിൽ അടുത്തുള്ള ആൾക്കാർ കൂടെ അതിനെതിരെ പോകണമെന്നാണ് ഞാൻ പറയണത്. ഇതിൽ ചെറുപ്പക്കാരൊക്കെ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് ഞാൻ പറയണത്. അത് അപ്പുറത്തെ ഭാഗത്തല്ലേ. ഇല്ല, നാളെ നമ്മൾക്കും വരുന്നത് തന്നെയാണ് ഇത്. അപ്പം എല്ലാവർക്കും ഒരു പേടി വേണം. ഇപ്പം മകൻ അച്ഛനെയും അപ്പൂപ്പനെയും വെട്ടിക്കൊന്നിട്ട് അവൻ കാശ്മീരിൽ നിന്നാണ് പിടിച്ചുകൊണ്ടുവന്നത്. ലഹരിക്ക് അടിമയായ ഒരു മകന് എങ്ങനെയാ അമ്മയും മുത്തശ്ശനെയും തല്ലിക്കൊന്നിട്ട് 2 പേരെ കൊന്നിട്ട് ഒളിവിൽ പോകാനുള്ളത്? അവനും സ്വബോധമില്ലാത്ത ഒരുത്തനാണോ? സ്വബോധമില്ലാത്ത ഒരുത്തൻ എങ്ങനെയാ ഒളിച്ചോടി പോകാൻ പറ്റുക? പിടികൊടുക്കാതെ ഇത്രയും നാളും. ഇപ്പൊ സ്വബോധമൊന്നും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പണ്ട് കള്ളുടിയന്മാരെ പറയും, കള്ളു കുടിച്ചു കഴിഞ്ഞ് കള്ളിൻ്റെ പുറത്താണ് പറഞ്ഞിരിക്കുന്നത്. അവൻ അത് കള്ളു കുടിച്ചിട്ട് സ്വബോധമില്ലാത്ത ഒരുത്തൻ അടുത്ത വീട്ടിൽ കയറി പോകുന്നുണ്ടോ? അവനറിയാലോ അവൻ്റെ ഭാര്യയും അമ്മയും മക്കളൊക്കെ ഏതാണെന്ന്. ലഹരിക്കടിമ ഉള്ള ആൾക്കും അറിയില്ലേ അവൻ്റെ അച്ഛൻ ഏതാ അമ്മ ഏതാണ്. നാടിന് നല്ലത് മാത്രം വരട്ടെ. ആരെങ്കിലും തുണി കൊടുക്കാത്തത് കണ്ടിട്ടോ അതിനുള്ള തെറി പറയാനോ പോകാനോ അതിനൊന്നുമല്ല നിൽക്കണ്ട. ഞാൻ ഇന്ന് 24 തോന്നുന്നുണ്ട് കണ്ടു, ഒരു കുടുംബത്തിൽ എല്ലാവരും രോഗിയായിരിക്കണം. അത് ഓട്ടോ ഓടിച്ചിട്ട് ആ മനുഷ്യൻ ആ കുടുംബത്തെ നോക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കണ്ണ് കാണുന്നില്ല, മകൾക്കാണെങ്കിൽ കണ്ണ് മാത്രമല്ല അവർക്ക് എല്ലാ അസുഖമുണ്ട്, കിഡ്നി, ലിവർ എല്ലാം. അതുപോലെ തന്നെ മകൾക്കും കണ്ണ് കാണുന്നുണ്ട് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ അസുഖവും കുട്ടിക്കുണ്ട്. അദ്ദേഹം കരയാണ്. ഈ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും തുണി കൊടുക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളെന്തിനാ അതിൻ്റെ മേളിൽ നിൽക്കണം? 20 മിനിറ്റ് കാണുന്ന ഫാമിലി വ്ളോഗിലൊക്കെ കണ്ടില്ലേ, എല്ലാവരും തല്ലിപ്പിരിഞ്ഞിട്ട്. പണം തന്നെയാണ് മുഖ്യ വിഷയം. അതായത് ഭർത്താവിന് കിട്ടുന്ന പൈസ, ഇത്രയും ലക്ഷങ്ങളല്ലേ ഇതിൽ കൂടെ വരുന്ന വരുമാനം, അത് നമുക്ക് മാത്രം, എനിക്ക് മാത്രം മതി, അവരെ വീട്ടുകാർക്കൊന്നും വേണ്ട എന്നുള്ള ചിന്താഗതി വരുമ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കി അവിടെ തല്ലിപ്പിരിഞ്ഞു പോയി. അതുവരെ നോക്കിയ മാതാപിതാക്കളോട് ക്ഷമിക്കാൻ അവർ തയ്യാറല്ല. അച്ഛനും അമ്മയായാലും വഴക്ക് പറയും, മക്കളെ തല്ലിന്നിരിക്കും.
അതിനെ സപ്പോർട്ട് ചെയ്യാനും അവരെ കുറ്റപ്പെടുത്തുവാനല്ല വേണ്ടത്. നമുക്കതല്ല വേണ്ടത്. നമ്മുടെ നാട്ടിലെന്ത് നടക്കണമെന്ന് നോക്ക്. പണ്ടാരാണെങ്കിൽ ഈ വീഡിയോ കാണുന്നത് കണ്ടിട്ട് തുണി അവിടെ കയറിപ്പോയി, ഓ അവളെന്തുവാ എന്തേലും ആകട്ടെ. ഇതിപ്പോ ഇന്ത്യയിലൊക്കെ ഞാനിപ്പോ കുറച്ച് മുന്നേ വേറൊരു വീഡിയോ കണ്ടു. ഒരു പെൺകുട്ടി, നമ്മളങ്ങനെ ആ കണ്ണോട് കാണണ്ട. അവരെന്തേലും നമുക്ക് അങ്ങനെ ചിന്തിക്കണ്ട. അവൾ അവിടെ കാണുന്നു ഇവിടെ കാണുന്നു, അതൊന്നല്ല നമ്മളെ വിഷയം. നമ്മളെ നാടിനെ നാശത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിൽ നിന്നൊരു മോചനം ഉണ്ടാവണം.